ഹലോ! എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ സ്പൈറൽ ഗാർഡൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ സ്പൈറൽ ഗാർഡൻ്റെ കണ്ടൻ്റ് ആക്കാമെന്ന് കരുതിയിട്ടാ. അപ്പം ഞാൻ 2 ടൈപ്പിൽ സ്പൈറൽ ഗാർഡൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് സ്പൈറൽ ഗാർഡൻ ആണ് ട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്പൈറൽ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്ന ഒരു ഗാർഡൻ. അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും സെറ്റ് ചെയ്യാം, നിലത്തും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സ്പേസ് കുറവുള്ളതുകൊണ്ട് നമുക്ക് മുറ്റമൊക്കെ കുറവുള്ളതുകൊണ്ട് ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് നടുകയും ചെയ്യാം, അതുപോലെ കാണാനും ഭംഗിയായിരിക്കും, സ്പേസ് സേവിങ്ങും ആണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മൾ ഒരുപോലെയുള്ള ചെടികളാണ് വെക്കുന്നതെങ്കിൽ സ്പൈറൽ ഗാർഡൻ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഹാങ് ചെയ്യാനുള്ള ഒരു ബേസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെങ്കിലും ഫ്രെയിമുകൾ ഉപയോഗിക്കാം, പെയിൻറ് ടിന്നുകളുടെ മൂടികൾ ഉപയോഗിക്കാം, ഫാനിൻ്റെ ഈ ടേബിൾ ഫാനിൻ്റെ ലീഫിൻ്റെ മൂടി ഉണ്ടല്ലോ, കവറ്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, ഇപ്പോൾ റൗണ്ട് ആണെങ്കിലും ഇത് സ്ക്വയർ ആണെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ വിസ്താരമുള്ള വലിപ്പമുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. ഫാനിൻ്റെ കവറാണെങ്കിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അല്ല, ഇതുപോലെ പെയിൻറ് ടിന്നുകളാണ്, മൂടികളാണ് എടുക്കുന്നതെങ്കിൽ നമ്മളതിന് ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ സോൾഡറിങ് അയൺ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ഹോളിട്ട് കൊടുത്തത്. 10 ഹോൾസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ റൗണ്ട് ചെയ്ത് 2 വെച്ചിടാവുന്ന രീതിയിലാണ് ഹോളിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഹോള് കൂടാതെ നമുക്ക് മുകളിലേക്ക് ഹാങ് ചെയ്യാനായിട്ട് 3 അല്ലെങ്കിൽ 4 ഹോളുകളും കൂടി ഇടണം. സോൾഡറിങ് അയൺ ഇല്ലാത്തവർക്ക് കത്തിയുടെ തുമ്പോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും പഴുപ്പിച്ചിട്ട് അതുകൊണ്ട് ഹോളിടാം കേട്ടോ. ഹോളിടുമ്പോൾ കുറച്ച് വലിയ ഹോളിടുന്നതായിരിക്കും കേട്ടോ നല്ലത്. തീരെ പൊടി ഹോളാണെങ്കിൽ നമ്മൾ ഇടുന്ന നൂല് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്കും നൂലിൻ്റെ ആ ഒരു പിരിയുണ്ടല്ലോ, അത് പോയത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വലിയ ഹോൾ ഇടണമായിരിക്കും നല്ലത് കേട്ടോ. എത്ര ഹോൾസ് ആണോ നമ്മൾ ഇടുന്നത് അതനുസരിച്ചുള്ള ബോട്ടിൽ എടുക്കുക. അതല്ലെങ്കിൽ ഇതിന് ഗ്ലാസ് പോലത്തെ ഹാങ്ങിങ് പോട്ട്സ് കിട്ടും, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചിരട്ടയാണ്, നമ്മൾ എന്താണോ പോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ആ വസ്തു ആ ഹോൾസിൻ്റെ എണ്ണത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. നമ്മൾ 2 ലെയറിലെ ചുരുളാണ് വരുന്നതെങ്കിൽ അതനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കുക. ഞാൻ 7അപ്പിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഒരേപോലെയുള്ള ബോട്ടിലുകളായിരിക്കും കാണാൻ കുറച്ചും കൂടെ ഭംഗി കേട്ടോ. അതുപോലെ ഇപ്പം നമ്മൾ മൂട് വശമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഭാഗം മൂട് വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ എടുക്കുക. ക്യാപ്പുള്ള വശമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഭാഗം ഒരുമിച്ച് ക്യാപ്പുള്ള വശം എടുക്കുക. അതല്ലെങ്കിൽ ഒന്നിടവിട്ടാണെങ്കിലും കാണാൻ ഭംഗിയായിരിക്കും. ഒരെണ്ണം മൂടുള്ള വശം എടുക്കുക, പിന്നെ ഒരു ക്യാപ്പുള്ള വശം എടുക്കുക, അങ്ങനെ ഇട്ടാലും കാണാൻ ഭംഗിയായിരിക്കും. അപ്പം നമ്മളൊരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഈ എടുക്കുന്ന ബോട്ടിലിൻ്റെ ക്യാപ്പ് കളയുന്നില്ല, ക്യാപ്പിലൊരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട് ഡ്രെയിനേജിന് വേണ്ടിയിട്ട്. അതുപോലെ ചരട് കോർക്കാനായിട്ട് 2 ഹോള് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ മൂടുവശം നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അതിലും അടിയിലും 2 ഹോൾ ഇടുന്നുണ്ട്, മുകളിൽ ചരട് കെട്ടാനായിട്ടും 2 ഹോൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ക്ലിയർ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ബോട്ടിലൊക്കെ വെച്ച് നമ്മൾ സ്പൈറൽ ഗാർഡനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ പ്ലാസ്റ്റിക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്, എവിടെയാണ് കളയേണ്ടത് എന്നുള്ള ഒരു ഇതില്ലാതെ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ മുടക്കില്ലാതെ പോട്ട് വേറെ വാങ്ങിക്കാതെ നല്ല ഭംഗിയുള്ള പോട്ടുകൾ തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബോട്ടിലുകളാണെങ്കിലും ഈ മൂടികളാണെങ്കിലും ഒന്ന് പെയിൻറ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയായിരിക്കും, എടുപ്പായിരിക്കും. ഞാൻ ചിരട്ട വെച്ച് ചെയ്ത സമയത്ത് ചിരട്ട പെയിൻറ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. നല്ല ഭംഗിയായിരുന്നു. വരുന്ന ആൾക്കാരെല്ലാവരും നോട്ടീസ് ചെയ്യുമായിരുന്നു, എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, നല്ല ഭംഗിയുണ്ടല്ലോ, ആരാ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രൗഡായിട്ട് തോന്നും. കളയേണ്ട ഒരു സാധനം വെച്ച് ഞാൻ ഇത്ര നല്ല സാധനം ഉണ്ടാക്കിയല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്ത് നമുക്കൊരു സന്തോഷം തോന്നും കേട്ടോ. ഹാങ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മോൾ ഭാഗത്ത് മാത്രമേ എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് ചരട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. താഴത്തേക്ക് ഇടാനായിട്ട് പ്ലാസ്റ്റിക് ചരട് തികയില്ലായിരുന്നു. അപ്പം നേരത്തെ ചരടാണ് കേട്ടോ. വണ്ണമുള്ള ചരടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, കെട്ടാനും ബുദ്ധിമുട്ടാണ്, വെയിറ്റ് കൂടും, അതുപോലെ കാണാനും ഭംഗി ഉണ്ടാവില്ല. നേരത്തെ ചരടാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ താഴേക്ക് ഞാൻ നാടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുരിദാറിൻ്റെയൊക്കെ പാൻറ്റിന് വള്ളിയായിട്ട് ഉപയോഗിക്കൂലേ, ആ നാടയാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചരട് എൻ്റെ അടുത്ത് ഉണ്ടാകാഞ്ഞത് കൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ചരട് എടുക്കുമ്പോഴാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യമേ തന്നെ ചരട് മുറിച്ച് വെച്ച ശേഷം നമ്മൾ ഈ ബോട്ടിലുകൾ കെട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓരോന്നും ഞാൻ എടുത്തിരിക്കുന്നത് 15 ഇഞ്ച് നീളത്തിൽ 2 മടക്കായിട്ടാണ് ട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചരടിനും ഒരു 5 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ നമുക്ക് എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ഇങ്ങനെ താഴ്ന്ന് വരണം അതനുസരിച്ച് നമ്മളൊരു ഏകദേശം അളവെടുത്തിട്ട് നാട് അല്ലെങ്കിൽ ചരട് മുറിച്ച് വെക്കുക ആദ്യം. അതിന് ശേഷം ഓരോ ബോട്ടിലായിട്ട് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷമാണ് ഈ മൂടിയിലേക്ക് നമ്മളിത് ജോയിൻ ചെയ്ത് കെട്ടിവെക്കേണ്ടത്. അതല്ല ആദ്യമേ തന്നെ നമ്മൾ ബോട്ടിൽ കെട്ടിയിട്ട് പിന്നെ നമ്മൾ മുറിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സൈസ് കറക്റ്റായിട്ട് കിട്ടൂല. ചിലപ്പോൾ ഇത് കൂടുതൽ വേസ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ നീളം നോക്കി ഒരു ഏറ്റവും ചെറിയ ഒരു കഷ്ണം പിന്നെ കുറച്ച് വലിയ കഷ്ണം അങ്ങനെ എത്ര ഹോളുണ്ടോ അത്രയും എടുത്ത് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഇത് സെറ്റ് ചെയ്ത ശേഷമാണ് പോട്ടി മിക്സ് തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ചകിരിച്ചോറ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് വെയിറ്റ് കുറയും. അപ്പോൾ ഇത് ഹാങ് ചെയ്യുമ്പോൾ ഒന്ന് കറങ്ങിയൊക്കെ ചെയ്യുമെങ്കിൽ ഇത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ തന്നെയല്ല ഇത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് നമ്മൾ മണ്ണാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ പോട്ടി മിക്സ് ഉപയോഗിക്കുമ്പോൾ ചകിരിച്ചോറ് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് ഏത് പ്ലാന്റ് വെക്കണം, പ്ലാന്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നത് റിയോ പ്ലാന്റും പിന്നെ ബോർഡർ ഗ്രാസും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിടവിട്ടാണ് ബോർഡർ ഗ്രാസും റിയോ പ്ലാന്റും ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മിഡിലായിട്ട് കുറച്ച് നീളം കുറച്ചിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുടുങ്ങി കിടക്കണ പോലെ കിടക്കണത് കേട്ടോ. നേരത്തെ ചെയ്തിട്ടുള്ള സ്പൈറൽ ഗാർഡൻ്റെ ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ലെങ്ത് ഉള്ളതാണ്. മുകളിൽ നിന്ന് തുടങ്ങി താഴെ എത്തുന്നത് വരെ, അതായത് സൺഷെയ്ഡ് മുതൽ താഴെ നിലത്തെത്തുന്ന രീതിയിൽ നല്ല ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിരിക്കണം. നല്ല ലെങ്തി ആയിട്ട് സ്പൈഡർ പ്ലാന്റ് ആണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത്, ചിരട്ട വെച്ച് ചെയ്തത്. ചിരട്ട പെയിൻറ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ ടർട്ടിൽ വൈൻ ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. ഫുള്ള് ടർട്ടിൽ വൈൻ തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് സ്പൈറൽ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് നേരത്തെ പണിയുള്ളൂ, പക്ഷെ കുറേ നാൾ കിടക്കും. ഒത്തിരി സ്പേസും നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമില്ല. ഹാങ് ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്